എല്ലാവർക്കും മമ്മൂസ് അവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. മഴക്കാലമല്ലേ, അപ്പോൾ ഒരു ഫ്രൈഡ് ഐറ്റം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് പറയുകയാണെങ്കിൽ അധികം സമയമൊന്നും കളയുന്നില്ല. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചച്ചക്കയാണ്. ഞാൻ വളരെ കുറച്ചെടുത്ത് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത് പച്ചച്ചക്ക അതെങ്ങനെ അരിഞ്ഞെടുത്തു, വലിയ ചുള. ഇത് അത്ര ചിപ്സ് ഉണ്ടാക്കാൻ പറ്റിയ ചുളയല്ല, നല്ല കട്ടിയുള്ള ചുളയാണ്. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അത്ര ക്രിസ്പി ആവില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേകതരം ഇത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ രസമല്ലേ. അപ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ കട്ട് ചെയ്തു. 5 വിരൽ പോലെ. അത് നിങ്ങൾക്ക് എത്ര പോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റിച്ചാൽ അങ്ങനെ ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്യുക, ഒരറ്റത്തുനിന്ന് വിടാതെ മറ്ററ്റം ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കുറച്ച് ചുള എടുത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചുളകൾ അങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുക. അത് പച്ച ചക്കയാണ് കേട്ടോ, നല്ല പച്ച ചക്കയാണ് അതിന് ടേസ്റ്റ്. കനം കുറഞ്ഞതാണെങ്കിൽ ഒന്നും കൂടി ക്രിസ്പി ആവും. ഇത് പക്ഷെ ഇത്തിരി കനമുള്ള ചുളയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും അടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ. പിന്നെ കമൻറ്റും ലൈക്കൊക്കെ തന്നാൽ വളരെ സന്തോഷം. അപ്പോൾ എന്നെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇത് ചക്ക കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് അരിപ്പൊടി ആവശ്യത്തിന് ഞാൻ 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചക്ക എടുക്കണതിനനുസരിച്ചത്. പിന്നെ കുറച്ച് മൈദ, പിന്നെ കുറച്ച് കടലമാവ്. മൈദ വേണമെന്നില്ല കേട്ടോ, അരിപ്പൊടിയും കടലമാവും ഏറ്റവും നല്ലതാണ്, മൈദ കൂട്ടണമെന്നില്ല. പിന്നെ വേണ്ടത് ഇത്തിരി മഞ്ഞൾപ്പൊടി, അതായത് നിറം വരാൻ വേണ്ടിയിട്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി കല്ലും മണ്ണൊക്കെ കളഞ്ഞ് കറുത്ത എള്ള്, അതും ഓപ്ഷണലാണ്, പക്ഷെ അതുണ്ടെങ്കിൽ കാണാനൊരു ഭംഗിയാണ്. പിന്നെ എള്ള് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് അറിയാലോ. പിന്നെ ഒരു നുള്ള് ജീരകം, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ. ഇത് നിങ്ങളുടെ ആവശ്യത്തിന്, ഇതിലും കൂടുതൽ മധുരം വേണമെന്നുള്ളവർ അതിലും കൂടുതൽ ഇട്ടോളൂ. ഞാനൊക്കെ 1 സ്പൂൺ ഇടുന്നുള്ളൂ. ഇവിടെ മധുരം വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ 2 സ്പൂൺ കൂടി മധുരം ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. എന്നിട്ട് വെള്ളം ചേർത്ത് നമ്മൾ പഴംപൊരിക്കൊക്കെ കലക്കണ പോലെ കലക്കുക. കെട്ടാതെ കലക്കിയെടുക്കണം. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നമ്മൾ വിചാരിക്കാത്തൊരു ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനത്തെ ഷേപ്പൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും കഴിക്കാൻ. നമുക്ക് ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കുമ്പോൾ കാണാനും രസമല്ലേ, അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ അത് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. പഴംപൊരിക്ക് പകരം ചക്കപ്പൊരി എന്ന് പറയാം അല്ലേ. നമുക്ക് എന്തായാലും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. അപ്പോൾ ഈ മാവ് ഞാൻ കട്ടാതെ കലക്കി വെച്ചു. ഇനി നമുക്ക് അടുപ്പത്തൊരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഫ്രൈ പാൻ വയ്ക്കാം. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല ടേസ്റ്റാണത്. ഞാനപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ആവശ്യത്തിന്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്യാനുള്ള അതിലിടാൻ പാടുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ കുടിച്ചതിങ്ങനെ തളർന്ന് കിടക്കും, ഫ്രൈ ആവില്ല. അപ്പോൾ നല്ല പോലെ വെളിച്ചെണ്ണ മൂക്കണം. ഇതാ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ചക്കച്ചുള അരിഞ്ഞ് വെച്ചത് ഈ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ റെഡി 1 2 3 ഇതാ ഞാൻ മുക്കുന്നു, എണ്ണയിലേക്ക് ഇടുന്നു, വറുത്ത് കോരുന്നു, ചൂടോടെ കഴിക്കുന്നു, വീണ്ടും മുക്കുന്നു, ഇടുന്നു. ഇത് കഴിച്ച് തീരെന്താ അറിയില്ല, അത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണിത്. വളരെ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് വിവരമൊക്കെ എന്നോട് പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഉണ്ട്, നല്ല രസത്തിൽ വരുന്നുണ്ട്. മഞ്ഞ കളറും ചില ചക്കയ്ക്ക് തന്നെ നല്ല മഞ്ഞ കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണല്ലോ ചില ചക്കയ്ക്ക്. അപ്പോൾ തന്നെ ഇത് കാണാനൊരു രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പഴംപൊരിയേക്കാളും ടേസ്റ്റ് തോന്നും ഇത് കഴിക്കാൻ. ഇവിടെ കഴിച്ചവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ചക്ക റെസിപ്പി കണ്ടില്ലേ? അപ്പോൾ ഇതേപോലുള്ള റെസിപ്പികളുമായി ഇനിയും നിങ്ങൾക്ക് മുമ്പിലെത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളും എന്നെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ എല്ലാം മുക്കിയെടുത്ത് വറുത്ത് കഴിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വന്നെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.